ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 45 പ്രവാസികളുടെ ഭൌതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വ്യോമസേനാ വിമാനം കൊച്ചിയിലെത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ പ്രവാസികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. കേരള, കർണാടക, തമിഴ്നാട് സ്വദേശികളുടെ ഭൌതികദേഹം കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവലിനും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഡോക്ടർ PK മിശ്രയ്ക്കും കേന്ദ്ര മന്ത്രിസഭാ സമിതി തുടർനിയമനം നൽകി. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ICC T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് USA അയർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 45 പ്രവാസികളുടെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വ്യോമസേന പ്രത്യേക വിമാനം കൊച്ചിയിലെത്തി. കേരളത്തിൽ നിന്നുള്ള 23 പേരുടെയും തമിഴ്നാട്ടിലെ 7 പേരുടെയും കർണാടക സ്വദേശിയായ ഒരാളുടെയും ഉൾപ്പെടെ 31 ഭൌതിക ശരീരം കൊച്ചിയിൽ ഏറ്റുവാങ്ങി. മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അനുഗമിക്കുന്നുണ്ട്. കുവൈറ്റിൽ മരിച്ച മലയാളികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഭൌതികദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ K രാജൻ, P രാജീവ്, റോഷി അഗസ്റ്റിൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി. അന്തിമോപചാരം അർപ്പിച്ച ശേഷം ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണറും നൽകി. ഭൌതിക ശരീരങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശരിയായ രീതിയിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റ് ദുരന്തത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചനം രേഖപ്പെടുത്തി. കുവൈറ്റിൽ സംഭവിച്ചത് വാക്കുകൾക്ക് അതീതമാണെന്നും അതീവ ദുഃഖകരമെന്നും ഗവർണർ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറ്റലിയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ അപുലിയയിൽ എത്തിയത്. ലോക നേതാക്കളുമായി ക്രിയാത്മകമായ ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം സംബന്ധിച്ചായിരിക്കും ചർച്ചകളെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, UK പ്രധാനമന്ത്രി ഋഷി സുനക്, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ജാപ്പനീസ് പ്രധാനമന്ത്രി ഫൂമിയോ കിഷിദ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 3ാം തവണയും അധികാരമേറ്റ ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ പര്യടനമാണിത്. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് സന്ദർശനം സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 11ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. അമേരിക്ക, UK, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് G7. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവലിനും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഡോക്ടർ PK മിശ്രയ്ക്കും കേന്ദ്ര മന്ത്രിസഭാ സമിതി തുടർനിയമനം നൽകി. ക്യാബിനറ്റ് മന്ത്രിക്ക് തത്തുല്യമായ പദവിയിലാണ് നിയമനം. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കരായി മുൻ IAS ഉദ്യോഗസ്ഥരായ അമിത് ഖാരേയ്ക്കും തരുൺ കപൂറിനും നിയമനം അനുവദിച്ചു. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കേരള നിയമസഭാ സമുച്ചയത്തിൽ നടക്കും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം വിഷയാധിഷ്ഠിത സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും നടക്കും. 18ാം ലോക്സഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-ന് നടക്കും. ഈ മാസം 24 മുതലാണ് ലോക്സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ എംപിമാരുടെ സത്യപ്രതിജ്ഞയും സമ്മേളനത്തിൽ നടക്കും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയും സമ്മേളനത്തിൽ നടക്കും. രാജ്യസഭാ സമ്മേളനം ഈ മാസം 27-നാണ് ആരംഭിക്കുക. അടുത്ത മാസം 3-ന് പാർലമെന്റ് സമ്മേളനം സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ത്രികോണാസനവുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രികോണാസനത്തിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളും അത് ചെയ്യേണ്ട രീതിയും വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 2 മണ്ഡലങ്ങളിലൊന്നായ സോറംഗ് ചക്കുങ് മണ്ഡലത്തിൽ നിന്ന് രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചു. റെനോക് സോറംഗ് ചക്കുങ് മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ പ്രേംസിംഗ് തമാങ്ങിന്റെ പാർട്ടിയായ സിക്കിം ക്രാന്തികാരി മോർച്ച 32 നിയമസഭാ സീറ്റുകളിൽ 31ലും വിജയം നേടിയിരുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വടക്കൻ സിക്കിമിൽ കനത്ത നാശനഷ്ടങ്ങൾ. ടീസ്റ്റ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ സംഗ്ലാങ്ങിലെ പഴയ തൂക്കുപാലവും പുതുതായി നിർമ്മിച്ച ബെയ്ലി പാലവും തകർന്നു. 2000-ഓളം വിനോദസഞ്ചാരികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. വടക്കൻ സിക്കിമിലെ സോങ്കു മേഖലയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് വിവിധ ഗ്രാമീണ റോഡുകൾ ഒലിച്ചുപോയതായി നാംചി, ഗാംഗ്ടോക്ക് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 6ഓളം മരണവും മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന പേരിലാണ് ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത മാസം 1 പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരിക. ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന തരത്തിലാണ് ആപ്പ് സജ്ജമാക്കിയിരിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും മൊബൈൽ ആപ്പ് ലഭ്യമാകും. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗം ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ശരാശരി താപനില 5 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ അടുത്ത 4 ദിവസം അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IPL മത്സരങ്ങളുടെ അനധികൃത സംപ്രേഷണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ക്രിക്കറ്റ് എന്നിവയിലെ വാതുവയ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ ആപ്പിന്റെ മുംബൈയിലെ ഓഫീസിൽ റെയ്ഡ് നടത്തി ED. 8 കോടി രൂപയും ബാങ്ക് ഫണ്ടുകളുടെയും ഡിമാറ്റ് അക്കൌണ്ടിന്റെയും വിവരങ്ങളും ഉൾപ്പെടെ റെയ്ഡിൽ പിടിച്ചെടുത്തു. IPLന്റെ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്ററായ വയാകോം 18 മീഡിയയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്തത്. ICC T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് USA അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ഒമാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് സൂപ്പർ 8-ലെത്താനുള്ള പ്രതീക്ഷകൾ ഇംഗ്ലണ്ട് സജീവമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 47 റൺസിന് പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 3.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ പാപ്പുവ ന്യൂഗിനിയയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പാപ്പുവ ന്യൂഗിനിയ ഉയർത്തിയ 96 റൺസ് വിജയലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ 15.1 ഓവറിൽ മറികടന്നു. യൂറോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1 മാസം നീണ്ടുനിൽക്കുന്ന ആവേശ പോരാട്ടങ്ങൾക്കാണ് ജർമ്മനി വേദിയാകുക. മ്യൂണിക്കിലെ ഫുട്ബോൾ അരീനയിൽ ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടുന്നതോടെയാണ് പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 2024 പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. കായിക സഹമന്ത്രി രക്ഷാ ഗഡ്സെയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ദീർഘകാല സുരക്ഷാ ബന്ധം സംബന്ധിച്ച കരാറിൽ അമേരിക്കയും യുക്രൈനും ഒപ്പുവച്ചു. US പ്രസിഡന്റ് ജോ ബൈഡനും യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമാണ് ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചത്. സൈനിക ഉപകരണങ്ങൾ, പരിശീലനം എന്നിവയിലെ സഹകരണം കരാർ ഉറപ്പാക്കും. എന്നാൽ യുക്രൈന് പ്രത്യേക ആയുധ സംവിധാനങ്ങൾ നൽകുമെന്ന വാഗ്ദാനം കരാറിൽ ഇല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 45 പ്രവാസികളുടെ ഭൌതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വ്യോമസേനാ വിമാനം കൊച്ചിയിലെത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ പ്രവാസികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. കേരള, കർണാടക, തമിഴ്നാട് സ്വദേശികളുടെ ഭൌതികദേഹം കൊച്ചി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവലിനും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഡോക്ടർ PK മിശ്രയ്ക്കും കേന്ദ്ര മന്ത്രിസഭാ സമിതി തുടർ നിയമനം നൽകി. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ICC T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് USA അയർലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.